എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മരുന്നുകൾ എടുക്കുന്നത് എല്ലാവരെയും കാണിച്ചിരുന്നല്ലോ. ഇപ്പോൾ അതെല്ലാം റെഡിയാക്കി എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തേക്കാനായിട്ട് എണ്ണ കാച്ചിയപ്പോൾ ചേച്ചിയൊക്കെ കാച്ചിയാണ് തേക്കുന്നത്. എല്ലാവരും എൻ്റെ വീട്ടിലെ അനിയത്തി, ചേച്ചി എല്ലാം കാച്ചിയാണ് തേക്കുന്നത്. അമ്മ ഉള്ള കാലം മുതലേ ഞങ്ങൾ ചെറുപ്പം മുതലേ കാച്ചെണ്ണയാണ് തേക്കുന്നത്. എല്ലാവർക്കും നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയതാണ്. പിന്നീട് അമ്മ എനിക്കെല്ലാം മരുന്നും പറഞ്ഞു തന്ന് ഞാനങ്ങനെ ഈ എണ്ണ ഞാൻ തന്നെ സ്വയം കാച്ചിയാണ് തേക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് കാച്ചിയപ്പം ചേച്ചി കാച്ചി തേക്കുന്ന എണ്ണ തീർന്നപ്പം എൻ്റെ അടുത്ത് വന്ന് ഞാൻ കാച്ചിയത്തേൽ ചേച്ചി കൊണ്ടുപോയി നോക്കിയപ്പം ഞാൻ ചേർക്കുന്ന അത്രയും മരുന്നൊന്നും ചേച്ചി ചേർക്കത്തൊന്നുമില്ല. അവർക്കറിയാവുന്ന രീതിയിലാണ് അവർ കാച്ചി തേച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ കാച്ചി കൊടുത്ത എണ്ണ തേച്ചപ്പം പറഞ്ഞു, മുടി പൊഴിഞ്ഞു പോയിടത്തെല്ലാം മുടി കിളുത്ത് വരുന്നെന്ന്. അപ്പം ഇപ്പം എന്നോട് പറഞ്ഞ് ഞാൻ തന്നെ കാച്ചി കൊടുക്കാൻ. അങ്ങനെ ചേച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി കാച്ചുവാണേ. എന്തായാലും എനിക്ക് നല്ല റിസൾട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മുടിയില്ലാത്ത ഭാഗത്തൊക്കെ നേരത്തെ ഞാൻ തേച്ച് എൻ്റെ മുടി കിളുത്ത് വന്നതായിരുന്നു. ആ സമയത്താണ് എനിക്ക് വയ്യാതെ വരികയും എൻ്റെ മുടിയെല്ലാം പോവുകയും ചെയ്തത്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ മുടി പെട്ടെന്നല്ലേ കിളുത്തത്. വളർത്തണോ അതോ ഈ രീതിയിലിട്ടാൽ മതിയോ, ഇങ്ങനെ രണ്ട് കൺഫ്യൂഷനിലാണ്. ഇനിയും വളർന്നിറങ്ങി വരണേ കുറേ നാൾ പിടിക്കും. പക്ഷേ എന്തായാലും കുറച്ചുകൂടെ വളർത്തണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ എൻ്റെ എണ്ണ തന്നെയാണ് തേക്കുന്നത്, വേറെ ഒരെണ്ണയും വാങ്ങിച്ച് തേക്കുന്നില്ല നേരത്തെ മുതലേ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം കോന്നിയിൽ കുഞ്ഞിക്കുട്ടി വൈദ്യരെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അപ്പച്ചിയായിരുന്നു. അങ്ങനെ അപ്പച്ചിയിൽ നിന്നും ചെറിയ ചെറിയ വിദ്യകളൊക്കെ എൻ്റെ അമ്മ കൈവശപ്പെടുത്തിയിരുന്നു. ആ വഴിക്കൂടെ ആണ് എനിക്കും അമ്മയ്ക്കറിയാവുന്നതൊക്കെ അമ്മ എനിക്കും ചെറിയ രീതിയിലൊക്കെ പകർന്നു തന്നു. ചെറിയ രീതിയിലുള്ള ലേഹ്യം, അതുപോലെ തന്നെ ഇതുപോലെ എണ്ണ കാച്ചൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ ചെയ്യാറുണ്ട്. വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞു തന്നത്. കാരണം ചെറുപ്പം മുതൽ അമ്മ ഞങ്ങളെ ഇങ്ങനെയാണ് എണ്ണ കാച്ചി തേപ്പിച്ച് ശീലിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അമ്മ അത് മരുന്ന് പറഞ്ഞു തന്നു. അങ്ങനെ കാച്ചുന്ന വിധമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ ചില കൈ വിരുതലുകളൊക്കെ എനിക്ക് പകർന്നു തന്നിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അമ്മയെ ഓർക്കും. കാരണം എല്ലാ സമയവും ഇതേ മാസം, അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾക്ക് 4 പേർക്കും അമ്മ ലേഹ്യം ഉണ്ടാക്കി തരുമായിരുന്നു എല്ലാ വർഷവും. പക്ഷെ അമ്മ പോയതോടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ 4 പേരെന്ന് പറഞ്ഞാൽ 3 പെൺകുട്ടികൾ ആങ്ങളെയുമാണ്. പക്ഷേ ആങ്ങളയ്ക്ക് വരിക അമ്മ ഞങ്ങൾക്ക് 4 പേർക്കും അമ്മ ലേഹ്യം ഉണ്ടാക്കി തരുമായിരുന്നു എല്ലാ വർഷവും ഇതേപോലെ മഴക്കാലത്ത്. അമ്മ പോയതിന് ശേഷം അങ്ങനെയുള്ള ചിട്ടകളൊക്കെ മാറിപ്പോയി. പിന്നെ ഇതുപോലെ അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. പിന്നെ തെങ്ങും കൂമ്പൊക്കെ കിട്ടുവാണെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂമ്പ് ലേഹ്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും, തെങ്ങും കൂമ്പൊക്കെ കിട്ടുമ്പോൾ. പിന്നെ അല്ലാതെ പച്ചമരുന്നൊക്കെ ഇട്ട് ലേഹ്യമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഒന്നും മെനക്കെടാറില്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം.
അങ്ങനെ ചെറിയ ചെറിയ അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കരകൗശല രീതിയിലുള്ള വസ്തുക്കളൊക്കെ അമ്മ നിർമ്മിക്കുമായിരുന്നു. അത് കൊടുക്കാനല്ല, നമ്മുടെ വീട്ടിലേക്ക് നേരം പോക്കിന് അമ്മ ഇരുന്ന് സമയം കളയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ 4 പേരുണ്ടെങ്കിലും ഞാനാണതൊക്കെ പഠിച്ചെടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ട് ബാഗ് കുത്താനും അങ്ങനെ പല പല കാര്യങ്ങളാണ്. പിന്നെ അമ്മ ചെയ്യുന്നത് ഒരു കാര്യം മാത്രം എനിക്ക് പിടികിട്ടിയിട്ടില്ല. അമ്മ തയ്ക്കുമായിരുന്നു. ആ വാസനയും അത് 3 പേരും തയ്ക്കും. അനിയത്തിയും തയ്ക്കും, ഞാനും തയ്ക്കും, ചേച്ചിയും തയ്ക്കും. അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അമ്മ റേന്ത കുത്തുമായിരുന്നു. റേന്ത കുത്തി ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ വെറ്റിക്കോട്ടിലെ അതുപോലെ സാരി പാവാടയ്ക്ക് അടിയിലൊക്കെ അമ്മ റേന്ത കുത്തി അങ്ങനെ പിടിപ്പിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷെ അത് മാത്രം എനിക്ക് പിടികിട്ടിയിട്ടില്ല, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കാരണം ആ സൂചി കോർത്ത് അമ്മ വലിക്കുന്നത് നമുക്കത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ട് അമ്മയിലുള്ള ആ ഒരു വാസന മാത്രം എനിക്ക് കിട്ടിയില്ല. എങ്കിലും ഞാൻ കൂടെ ഓർക്കും, അത് പഠിക്കാൻ പറ്റിയില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ പരമ്പ് ഒക്കെ നെയ്യുമായിരുന്നു. അതൊന്നും അങ്ങനെ നെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾ. പക്ഷേ നമ്മുടെ വീട്ടിലയ്യത്ത് ഒരുപാട് കുരുമുളകുണ്ടായിരുന്നു. അപ്പോൾ ഈ കുരുമുളക് ഉണങ്ങാനൊക്കെ അമ്മ തന്നെ പരമ്പ് പോലെ വലുപ്പത്തിൽ തഴ കൊണ്ട് നെയ്യുമായിരുന്നു. അങ്ങനെ അതും അമ്മ ഇരുന്ന് നെയ്യുന്ന കൂട്ടത്തിൽ ഞാനും പോയിരുന്ന് നെയ്യുമായിരുന്നു. അങ്ങനെ നെയ്യാനും കുറേ പഠിച്ചായിരുന്നു. കാരണം ഞങ്ങളുടെ വസ്തുവിലെ തോട്ടറമ്പിൽ മുഴുവൻ തഴയായിരുന്നു, നെയ്യുന്ന തഴ. അപ്പോൾ അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തഴയെല്ലാം കണ്ടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞിട്ട് ചുറ്റുന്നത് ഞങ്ങളാണ് അമ്മയെ സഹായിക്കുന്നത്. ചുറ്റി അത് വെയിലത്തൊക്കെ ഇട്ട് അത് ചെറുതായിട്ട് കീറി എടുത്തൊക്കെയാണ് നെയ്യുന്നത്. എന്നാൽ അത് ചേച്ചിക്കോ അനിയത്തിക്കോ ഒന്നും കിട്ടിയിട്ടില്ല. അത് ഞാൻ പഠിച്ചെടുത്തിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമാതിരി. ഇപ്പം അതൊന്നും നമുക്ക് ചെയ്യുന്നില്ല. കാരണം അമ്മയുടെ കൂടെ ചെയ്തിട്ടുള്ളതാണ്, അത് പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ചെറുപ്പത്തിലെ ഈ തഴ പൂത്ത ആ പ്രദേശം മുഴുവൻ നല്ല മണമാണ്. തഴപ്പൂവിന് ആ പരിസരം ദൂരെയോട്ടതിൻ്റെ മണം, നല്ല മണമാണത് തഴ പൂക്കുന്നത്. ഏകദേശം മാവേലിക്കര ഭാഗമൊക്കെ തഴയുള്ള ഒരിക്കൽ ഞാൻ അവിടെ ഒരു കല്യാണത്തിന് പോയി. അന്ന് അവിടെ ഇതുപോലെ തഴ നിന്നു. നമ്മുടെ വീട്ടിൽ തഴയുണ്ടെങ്കിലും തഴ പൂക്കും, പക്ഷേ അത് കായ്ച്ച് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ മാവേലിക്കര ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ തഴ കായ്ച്ച് കൈതച്ചക്ക മാതിരി വലിപ്പത്തിൽ തൂങ്ങി, കൈതച്ചക്കയാണെന്നേ പറയൂ, കിടക്കുന്നത് കണ്ട്. അപ്പം കൗതുകം തോന്നി. ഞങ്ങളത് ഓടിച്ച് വണ്ടിയിലൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞത് ചൊറിയും, ദേഹത്തൊക്കെ മുട്ടരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് അങ്ങനെ ഒടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചിട്ടെടുത്ത് കളയുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അമ്മ പറഞ്ഞു തന്നും പഠിപ്പിച്ചും ഒക്കെയാണ് ഞങ്ങളിൽ നിന്നും വിട്ടുപോയത്. അമ്മയുടെ ഓർമ്മയായാലും ജൂൺ മാസം ഒരുപാട് വേദന തന്ന മാസമാണ് ജൂൺ മാസം. അതായത് ജൂൺ മാസത്തിലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അതും കല്യാണം നടക്കുന്ന സമയം ജൂൺ 3 ആയിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത സാഹചര്യത്തിൽ അമ്മയുടെ ബുദ്ധിമുട്ട്, അമ്മയുടെ പ്രയാസം, അച്ഛനില്ലാതെ ഞങ്ങൾ 4 പേരെ വളർത്തിയ ബുദ്ധിമുട്ടെല്ലാം കൂടെ ഓർത്തപ്പോൾ അമ്മ ചെറുപ്പത്തിലേ തന്നെ അമ്മയുടെ ജോലി ഒതുക്കി. അമ്മ
പെൺമക്കളെ അയച്ചു എന്നുള്ള അമ്മ ഹാപ്പിയായപ്പോൾ ഞങ്ങൾക്കവിടെ ദുഃഖമായിരുന്നു. കാരണം ദുഃഖം നിറഞ്ഞ കുടുംബജീവിതത്തിലേക്കാണ് കാലെടുത്ത് വെച്ചത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർക്കാറില്ല. എങ്കിലും പറഞ്ഞു വന്ന കൂട്ടത്തിൽ എന്തൊക്കെയോ കാട് കയറി പറഞ്ഞു. അമ്മയെ ഓർത്തപ്പോൾ, കുടുംബജീവിതം ഓർത്തപ്പോൾ, നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഓർത്തപ്പോൾ അറിയാതെ എന്തൊക്കെയോ വാക്കുകൾ വായിൽ നിന്ന് വീണു. എല്ലാവർക്കും മുഷിച്ചിലായി കാണുമായിരിക്കാം, ബുദ്ധിമുട്ട് തോന്നിക്കാണുമായിരിക്കാം, അല്ലേ? എന്ത് ചെയ്യാനാ? നമ്മളെ സ്നേഹിക്കുന്ന അമ്മ ലോകത്തു നിന്നും പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും മനസ്സിൽ തറയ്ക്കുന്ന ഒരു കാര്യമാണ്. ജൂൺ മാസക്കഥ പറഞ്ഞത് ജൂൺ 3 എൻ്റെ കല്യാണം. ജൂൺ 18 എൻ്റെ അമ്മ മരിക്കുന്നത്. അങ്ങനെയൊക്കെ ജൂണ് ദുഃഖങ്ങളുടെ കലവറയാണ്. ജീവിതത്തിൽ തന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ജൂൺ മാസത്തിലാണ്. എന്താ പറയാനാ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇപ്പം നമ്മൾക്ക് കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയായിട്ട് പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ വളർത്താനൊക്കെ ഒരുപാട് പാടുപെട്ടു. പക്ഷേ അവരെ ദൈവം സഹായിച്ച് അവരെയൊക്കെ ഓരോ നിലയിലെത്തിച്ചു. അവരൊക്കെ നല്ലതായിട്ട് അവർക്കും കുടുംബമായി നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ല ജീവിച്ചു പോകുന്നു. കുഞ്ഞുങ്ങൾ വളർന്ന് അവരൊക്കെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാറായപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ നീങ്ങി എൻ്റെ ജീവിതത്തിലും സന്തോഷം അനുഭവിച്ചത് എൻ്റെ മോൻ വളർന്ന് അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൂടെ കൺഫ്യൂഷനാക്കുന്നില്ല കേട്ടോ. നമ്മൾ എണ്ണ കാച്ചി തുടങ്ങി എവിടെ വരെ പോയല്ലേ? പറയാൻ വാക്ക് കിട്ടുമ്പോഴും അവസരം കിട്ടുമ്പോഴും അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ. അതുപോലെ ഓർക്കുമ്പോഴല്ലേ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റുന്നേ. ഓക്കെ, എണ്ണ ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാച്ചി തീരണമെങ്കിൽ കുറേ സമയം പിടിക്കും. അത്രയും നേരം നമ്മുടെ നീണ്ട വീഡിയോ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ.